ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോനോടും അനന്തോനോടും പറയുന്നുണ്ട്, എനിക്കെന്തായാലും സാഗറിനെ പോയി രക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾ പോയിട്ട് എന്തായാലും രക്ഷിക്കണം. ഇനി നമ്മൾ ആരും രക്ഷിച്ചില്ലെങ്കിൽ മഞ്ജു എന്തെങ്കിലും കടുങ്ങായി ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോയും അനന്തവും പറയും, എന്നാലും നിനക്ക് അവളെ ആശ്വസിപ്പിക്കാനോ സാഗറിനെ രക്ഷിക്കാനോ എന്താ കഴിയാത്ത, അവൻ എന്തായാലും പഴയ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കൊക്കെ നല്ല പോലെ ബോധ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കണ്ണനാണെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അത് ചെയ്യില്ല, എന്തായാലും നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോയും അനന്തവും കൂടി പോയിട്ട് സാഗറിനെ അവിടുന്ന് ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ കോടതിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സാഗറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ മാർക്കോനോടും അനന്തൂനോടും പറയുന്നുണ്ട്, ഇതെന്തായാലും മേഘാന്തര തന്നെ കെണിയാണ്, അതെനിക്ക് നല്ല ബോധ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നേരെ തന്നെ മഞ്ജുവിനെ കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മഞ്ജുവിനെ കാണാനായിട്ട് സാഗർ വീട്ടിലെത്തിയ സമയത്ത് മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതുമാത്രമല്ല അവൾ പെട്ടെന്ന് കരയും ചെയ്യുന്നുണ്ട്. ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ അവൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സാഗർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇനി മഞ്ജു അങ്ങനെ കരുതി കാണും ഞാൻ തന്നെയാണത് ചെയ്തതെന്ന്. മഞ്ജുവിന് അറിയില്ലേ, മഞ്ജു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഇതുപോലൊരു കാര്യവും ചെയ്തിട്ടില്ല എന്ന്. എന്നോടൊന്നും പറയാണ്ട് എന്തുകൊണ്ടായിരിക്കും മഞ്ജു അകത്തേക്ക് പോയെന്നൊക്കെ ചിന്തിക്കുകയാണ് സാഗർ ചെയ്യുന്നത്. എന്നിട്ട് സാഗർ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കണ്ണനോട് സാഗറിന്റെയും മഞ്ജുവിന്റെ ഓരോ കുറ്റങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങാനും സാഗറിനെ രക്ഷിക്കാനായിട്ട് കണ്ണൻ പോയി കഴിഞ്ഞാൽ അതെന്തായാലും മേഘാതിനെതിരെയുള്ള വലിയൊരു പണിയായിരിക്കും എന്ന് ദുർഗയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ദുർഗ പറയുന്നുണ്ട്, അവൻ എന്തായാലും അതെന്നെ ചെയ്തിട്ടുണ്ടാവും, അവന്റെ പഴയ കാലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, പിന്നെ അവൻ മഹാലക്ഷ്മിയോട് കാണിച്ച തെണ്ടിത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സാഗറിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ദുർഗ. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സാഗറിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല, പക്ഷെങ്കിൽ മഞ്ജുവിന് ഒരു ആപത്ത് വരണമെന്ന്, മഞ്ജുവും സാഗറും ജീവിക്കുന്നത് മോശമാണോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ തിരിച്ച് ദുർഗയോട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കരുണാലയത്തിലാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും കൊണ്ടാണ് പ്രതാപം വരുന്നത്. പ്രതാപം നേരെ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ വേഗം ഓടിച്ചെന്ന് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ കരുണമൊക്കെ, എൻ്റെ കരുണമോളുടെ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് നിലവിളികളൊക്കെ കേട്ട് ലാസ്റ്റ് പ്രതാപം പറയുന്നുണ്ട്, കരുണമോളുടെ കുഞ്ഞ് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണുന്നത് എല്ലാവരും അങ്ങ് തളർന്ന് വീഴുന്നതാണ്. ആർക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ കരുണാലയത്തിൽ ഭയങ്കര ദുഃഖങ്ങളാണ് ഇനി മുതലുള്ളത്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.